ടൈപ്പ് 1 പ്രമേഹ രോഗികൾക്ക് അനുകൂലമായി കുട്ടികൾക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? 3000 കുട്ടികൾക്ക് ടൈപ്പ് 1 പ്രമേഹമുണ്ട് ഓൾറെഡി കേരളത്തിൽ. അപ്പോൾ അതിലേക്കും വെളിച്ചം വീശുന്ന ചില പദ്ധതികൾ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞു. ഗുഡ് മോർണിംഗ് 24 കണക്ട്. കൃത്യമായി കുട്ടികൾക്ക് ഈ പ്രമേഹബാധിതരായ കുട്ടികൾക്ക് ഇൻസുലിൻ കുത്തിവെക്കാനും അതുപോലെ ഇൻസുലിൻ പമ്പുകൾ അവരുടെ ശരീരത്തിൽ ഫിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരുപാട് സാമ്പത്തിക ബാധ്യതയാണ് ഇപ്പോൾ ഈ രക്ഷിതാക്കൾക്ക് വരുന്നത്. ചെറിയ കുട്ടികൾ, ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ പോലും ഇതുകൊണ്ട് വല്ലാത്ത യാതന അനുഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ് ഈ കുട്ടികളുടെ പ്രയാസങ്ങൾ. ഇവർക്ക് സർക്കാർ വാഗ്ദാനം ചെയ്ത സഹായങ്ങൾ പലപ്പോഴും കിട്ടാറുമില്ല എന്നവർ പരാതി പറയുന്നു. കോഴിക്കോട് വളയം സ്വദേശിയായ മനോജിന് പറയാനുള്ള കഥ ഇതേ കഥ തന്നെയാണ്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ വീട്ടിൽ ഇവിടുന്ന് എടുക്കും ഇൻസുലിൻ. അപ്പോൾ ഉച്ചക്ക് ചില ടൈം ഞാൻ ക്ലാസ് ടൈം തന്നെ ചെയ്യാറുണ്ട്. കുറച്ച് നേരത്തെ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് മുമ്പൊക്കെ ചെയ്താൽ എനിക്ക് ഓല് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ കഴിക്കാവുന്നതുകൊണ്ട് അന്നേരത്തെ ഫ്രണ്ട്സെല്ലാം നിന്നേരെല്ലാം ചെയ്യും. ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ടോയ്ലറ്റിൽ നിന്നാണ് ചിലപ്പം ചെയ്യുന്നതെങ്കിൽ ടോയ്ലറ്റിൽ പോയിട്ട് നിന്ന് തരും. പിന്നെ രാവിലെ അമ്മ ഇവിടുന്ന് എടുത്ത് തരുക ചെയ്യാറ്. ദേവപ്രിയയ്ക്ക് ടൈപ്പ് 1 ഡയബറ്റീസ് എന്നറിഞ്ഞത് 2.5 വർഷം മുൻപ്. അന്ന് 6ാം ക്ലാസ്സിലായിരുന്നു. പിന്നെ മരുന്നുകളുടെ കൂടെയായി ജീവിതം. ദിവസം 5ഉം 6ഉം തവണ ഇൻസുലിൻ എടുക്കണം. 10ഓളം തവണ ഷുഗർ പരിശോധിക്കണം. ടെസ്റ്റ് ചെയ്യുമ്പോൾ വിരലിൽ അതിൻ്റെ ഒരു ഇതുണ്ടാവും, അതിൻ്റെ വെച്ചിട്ട് വലിച്ചു വിട്ടിട്ട് സൂചി ഉള്ളിൽ ലാൻസെറ്റ് ഉണ്ടാവും. അങ്ങനെ ബ്ലഡ് എടുത്തിട്ട് സ്ട്രിപ്പ് ഗ്ലൂക്കോമീറ്ററിൽ ഇട്ടിട്ട് ബ്ലഡിൻ്റെ സാമ്പിൾ എടുക്കുന്ന. ഇൻസുലിൻ വെക്കുക കൈമിൽ വെക്കുക, വയറിൽ, പിന്നെ തൊടേൻ്റെ ഇവിടെ. ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുട്ടികൾക്കാവശ്യമായ സ്ട്രിപ്പ്, നീഡിൽ, ലാൻസെറ്റ് തുടങ്ങിയവയുടെ വില സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അധികമാണ്. മിഠായി പദ്ധതി വഴി സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങളാകട്ടെ പരിമിതവും. ഒരു മാസത്തേക്ക് നമുക്ക് സ്ലിപ്പ് തരുക, 25 സ്ലിപ്പ് തരുക 2 മാസത്തേക്ക്. അപ്പോൾ 2 മാസത്താണ് അന്നേരം ഞങ്ങൾക്ക് മരുന്ന് തരുക. അപ്പോൾ അത് ഞങ്ങൾക്ക് ഒരു കുറഞ്ഞത് ഏറ്റവും കുറവെന്ന് വെച്ചാൽ ഈ ഒരു മാസത്തേക്ക് 210 സ്ലിപ്പ് വേണം. ഈ തരുന്നത് ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് കയറി വന്നാൽ 2-3 ദിവസം എത്തുകയില്ല, അത്രയാണ് എത്തും. ബാക്കി ഒരു മാസത്തേക്ക് എന്ന് വെച്ചാൽ 20 ദിവസത്തോളം ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ്. ഇത് 25 സ്ലിപ്പിന് 600 രൂപയാണ് വില വരുന്നത്. അപ്പോൾ അത് തന്നെ ഒരു മാസത്തിൽ 6000 രൂപയോളം വരും. അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു 3 ദിവസം കൊണ്ട് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. എല്ലാ ടെസ്റ്റും, കിഡ്നി സംബന്ധമായ ടെസ്റ്റ്, എല്ലാ ടെസ്റ്റും ഉണ്ടാവും. അതിലൊരു 2500 രൂപയോളം ടെസ്റ്റിന് വേണം. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെങ്കിൽ, ഈ ടെസ്റ്റിങ്ങിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് പിന്നെയും നമുക്ക് 2 ആഴ്ച കഴിഞ്ഞ് പിന്നെയും ടെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇടതു കണ്ണിന് കാഴ്ച പരിമിതിയുള്ള അച്ഛൻ മനോജിന് ഈയിടെയാണ് ഉദര സംബന്ധമായ അസുഖം വന്നത്. അതോടെ അമ്മ നിഷയുടെ തൊഴിലുറപ്പ് ജോലിയായി ഏക വരുമാന മാർഗം. താമസമാകട്ടെ ഒറ്റമുറി വീട്ടിലും. നമ്മൾ 9ാം ക്ലാസ്സിലാണ്, അടുത്തത് 10ാം ക്ലാസ്സിലേക്ക് പോകുന്നതാണ്. ഞാൻ പഠിക്കാനായിട്ടുള്ളൊരു സൗകര്യങ്ങളില്ലാണ്. ഒരു റൂമിലാണ് 10 കൊല്ലത്താലും 8 റൂം ഇങ്ങനെ താമസിക്കുന്നത്. അപ്പോൾ വീട് പകുതിമേൽ നിന്നുപോയിന്, അസുഖങ്ങൾ വന്നേരം പിന്നെ ഭീമായ ചികിത്സ ആയതുകൊണ്ട് അതേ അങ്ങ് നിന്നുപോയിന്. അപ്പോൾ അടുത്ത കൊല്ലം വരുന്നത് 10ാം ക്ലാസ്സിലാണ്. 10ാം ക്ലാസ്സിൽ നിന്ന് അവർ പഠിക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു സർക്കാരിന് ഏതെങ്കിലും ഒരു വഴി കൂടി വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള സഹായം കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ്. മരുന്ന് വാങ്ങാനുള്ള ചിലവ് മാസം 10,000 കടക്കും. കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് ആശുപത്രിയിലെത്തിയാലാകട്ടെ മരുന്ന് സ്റ്റോക്കില്ലെന്നാണ് ചിലപ്പോൾ ലഭിക്കുന്ന മറുപടി. ജീവിതകാലം മുഴുവൻ ചികിത്സ ആവശ്യമുള്ള രോഗമായതിനാൽ ഇനി എന്ത് എന്ന ചോദ്യത്തിനു മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ഈ കുടുംബം. ടൈപ്പ് 1 പ്രമേഹബാധിതരായ കുട്ടികൾ നമുക്കിടയിൽ നിരവധിയുണ്ട്. ഇവർ പ്രതീക്ഷിക്കുന്നത് ചേർത്തു നിർത്തലാണ്, കൂടുതൽ സഹായങ്ങളാണ്. സർക്കാരിൽ നിന്നും ചുറ്റുമുള്ളവരിൽ നിന്നും അത് മുടക്കമില്ലാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കോഴിക്കോട് നിന്ന് അഭിജിത്ത് മുഴക്കുന്ന്, 24. എന്തായാലും ഈ ടൈപ്പ് 1 പ്രമേഹത്തിന് അടിപ്പെട്ടു പോയ കുട്ടികളെ നമുക്ക് രക്ഷിച്ചെടുത്തേ പറ്റൂ. അതിനുവേണ്ടി 24 കണക്ട് തീർച്ചയായിട്ടും രംഗത്തിറങ്ങുകയാണ്. നിങ്ങൾ കൂടി ഈ പോരാട്ടത്തിൽ അണിചേരണം. ഈ അനോറ സ്റ്റീവാണ് പറഞ്ഞത് 24നോട് പ്രണയം. റിയാത്ത് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഫെബ്രുവരി 14 തീയതി വരെ പ്രണയിക്കാൻ, 24നെ പ്രണയിക്കാൻ കാത്തിരിക്കണ്ടേ, അതുകൊണ്ട് സൗഹൃദം മതി എന്ന് റിയാത്ത് പറയുന്നു. മതിയെങ്കിൽ മതി, കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ചില ആൾക്കാർ പറയുന്നു
ഈ പ്രണയിച്ച് നടക്കുമ്പോൾ വലിയ കടുത്ത പ്രണയമായിരിക്കും, കല്യാണം കഴിക്കുമ്പോൾ അതങ്ങ് പോകും. അപ്പോൾ അത് ചിലപ്പോൾ അനുഭവം കൊണ്ടായിരിക്കും പറയുക. ഞാൻ എന്തായാലും അവരുടെ പേര് വായിക്കുന്നില്ല, വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കേണ്ട. ചങ്ങമ്പുഴയുടെ ഒരു ലൈൻ മാത്രം പറയാം: പ്രേമം മൃതി പോൽ ശക്തം, അസൂയയോ ശവക്കല്ലറ പോലെ അതികഠിനം. ഇതൊരു കവിവാക്യമാണ്.